സ്വതന്ത്ര ചിന്താഗതിക്കാരന്റെ ശൈലിയിൽ അള്ളാഹു നിഅമത്തുകൾ തന്നപ്പോൾ ആ നിഅമത്തുകൾക്ക് നന്ദിയായിട്ട് ഞാനത് ചെയ്യുന്നതാണ് എന്ന സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ ശൈലിയിൽ ഇബാദത്ത് ചെയ്യലല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ. എങ്ങനെയാണ് നമ്മൾ ഇബാദത്ത് എടുക്കേണ്ടതെന്നറിയോ? അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതാകട്ടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിക്കുന്നതാകട്ടെ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യുന്നതാകട്ടെ, പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്നതാകട്ടെ, പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റി കൊടുക്കുന്ന, പാവപ്പെട്ടവന് ഉടുക്കാൻ തുണി കൊടുക്കുന്ന, കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്ന, കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന, കിടക്കാൻ വീട് കൊടുക്കുന്ന, സഞ്ചരിക്കാൻ വാഹനം കൊടുക്കുന്ന ഏതൊരു പുണ്യ പ്രവൃത്തിയാകട്ടെ, ഇതിലൂടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത ഒന്നേ ഒന്ന് മാത്രമാണ്. ഞാൻ ചെയ്യുന്ന അമലുകളെല്ലാം എന്റെ അള്ളാന്റെ പൊരുത്തത്തിനാ, എന്റെ പടച്ചതമ്പുരാന്റെ സംതൃപ്തിക്ക് വേണ്ടി കിട്ടാ. അതല്ലാതെ സ്വർഗം മോഹിച്ചുകൊണ്ടല്ല, നരകം പേടിച്ചുകൊണ്ടല്ല, അള്ളാഹു തന്നതുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നതല്ല. അള്ളാഹുവേ, നീ ഞങ്ങളെ നരകത്തിലാണ് വലിച്ചെറിയുന്ന, ആ വലിച്ചെറിയൽ നരകത്തിലേക്കാണ് നിനക്ക് ഇടാൻ ഇഷ്ടമെങ്കിൽ പടച്ചവരെ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, ഞങ്ങൾക്കതിൽ പരാതിയില്ല, പരിഭവമില്ല എന്ന് മഹാരഥന്മാരായ സൂഫിയാക്കള് പറഞ്ഞതാകട്ടെ ചരിത്രത്തിൽ കാണാ. അവര് പറയുന്നത്, അല്ലാ നിനക്ക് സന്തോഷം, നിനക്ക് താല്പര്യം, നിനക്ക് തൃപ്തി, നിനക്ക് സംതൃപ്തി, നിനക്ക് ആഗ്രഹമുള്ളത് ഞങ്ങളെ കത്തിയാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയലാണോ? എന്നാ ഞങ്ങൾക്കതിൽ യാതൊരു തടസ്സവുമില്ല, യാതൊരു പരാതിയുമില്ല, യാതൊരു പരിഭവവുമില്ല. അതുകൊണ്ട് വലിച്ചെറിഞ്ഞോ തമ്പുരാനെ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ സൂഫിയാക്കളായ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് മുറുകെ പിടിച്ച ഈമാനിന്റെ കറകളഞ്ഞ വിശ്വാസത്തിന്റെ ആ ഒരു ഉറപ്പ് കിട്ടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും മാറ്റിവെച്ച നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികളായ സലഫ് സാലിഹീങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് സ്വർഗമല്ല, നരകത്തിൽ നിന്നുള്ള മോചനമല്ല, അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് നന്ദിയായിട്ടല്ല. പിന്നെയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതിലൂടെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുക. ആ ഒരു സംതൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടല്ലോ, അതിന് പറയുന്ന പേരെന്തെന്നറിയോ? അൽ-ഇഖ്ലാസ്. അതിന് പറയുന്ന പേരാണ് ഇഖ്ലാസ്. അതിന് പറയുന്ന പേരാണ് ഇഖ്ലാസ്. അല്ലാഹു നമ്മളെ മുഖ്ലിസീങ്ങളാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ മുഖ്ലിസീങ്ങളാക്കി തരട്ടെ. നിങ്ങൾ എങ്ങനെ നിപ്പ വൈറസ് പിടിച്ചെന്നൊക്കെ ഇരിക്കാതെ ആമീൻ പറയണം. അതിലൊന്നും ഒരു കുറവും വരുത്തരുത്. നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഈ മജ്ലിസിലേക്ക് കയറിയപ്പോ എനിക്ക് കിട്ടിയത്. ഒന്ന്, ഈ ഓഡിറ്റോറിയം മുഴുവനും നിറഞ്ഞ്, അല്ലേ? ഓഡിറ്റോറിയം നിറഞ്ഞ്. പിന്നെ പുറത്തോട്ട് പോയോ? മുകളിലായോ? ആവുന്നേ ഉള്ളൂ. നമ്മുടെ സഹോദരിമാർ ഈ വലിയ ഈ മദ്രസ കെട്ടിടം നിറഞ്ഞ് അതിന്റെ മുകളിലും സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പുരുഷന്മാരൊക്കെയും സദസ്സ് ഫുള്ളായി. അൽഹംദുലില്ലാഹ്. ഇനി ഇടവിട്ട 1-2 കസേരകൾ, ഒരു 10 കസേരയുടെ ഉള്ളിൽ, അത് ഇൻഷാ അല്ലാഹ് പുറകിൽ വരുന്നവർക്കൊക്കെ സൗകര്യപ്പെടുത്തി കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നീട് ഒരു നയാ പൈസയുടെ കളക്ഷൻ ഇല്ല. 2 മണിക്കൂർ വാഴ് ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, ഒരു ദിവസം കൂടെ എങ്ങനെ വെട്ടി ചുരുക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇത് ഒരു ദിവസം കൂടെ എങ്ങനെ കൂട്ടാമെന്ന് ചിന്തിക്കുന്നത് വളരെ റയറായിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഏതായിരുന്നാലും നല്ല ആളുകളാണ്, മുഖ്ലിസീങ്ങളാണെന്നുള്ള ധാരണയാണുള്ളത്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു, മുസ്ലിങ്ങൾ ഉണ്ടോ ഇവിടെ? ഇനി വാഴ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഏതായിരുന്നാലും അലിയാർ ഉസ്താദ് അന്ന് അൻവാറിൽ വരുമ്പോ എന്നോട് പറഞ്ഞു, ഏഴംകുളത്ത് പരിപാടിയുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല ഇവിടെ ഞാൻ പോകേണ്ട വേദിയാണെന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, ഇഖ്ലാസ് എന്ന വിഷയത്തെ പറ്റിയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അത് തന്നെയാണ് അള്ളാഹനെ മനസ്സിലാക്കാനുള്ള ഏക വഴി. അള്ളാഹനെ മനസ്സിലാക്കാനുള്ള ഏക വഴി ഇഖ്ലാസ് തന്നെയാണ്. എന്താണ് ഇഖ്ലാസ്? എന്താണ് ഇഖ്ലാസ്? നമ്മുടെ ഏത് കാര്യത്തിന് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഒരാളുടെ പുകഴ്ത്തലും ഒരാളുടെ ഇകഴ്ത്തലും നമുക്കൊരു പ്രശ്നമേ അല്ല. ആരെന്തോ പറഞ്ഞോട്ടെ,
ആരെന്തോ പറഞ്ഞോട്ടെ, നമ്മളെ ഇങ്ങനെ പൊക്കി 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 അർശിന്റെ മുകളിൽ കൊണ്ടുവെക്കുന്ന ചില ആളുകളുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഈ കാതിലൂടെ കേട്ട് ഇത് എൻട്രി, ഇത് എക്സിറ്റ് കേട്ട് പുറത്തേക്ക് കളയുക, ഉള്ളിലോട്ട് കേട്ടരുത്. ആരെന്ത് പൊക്കി പറഞ്ഞാലും നമ്മൾ അതിൽ വീണു പോകാൻ പാടില്ല. ചില വേദിയിലൊക്കെ പോകുമ്പോ എന്തൊക്കെയാ അനൗൺസ് ചെയ്യുന്നത്, ഇടിമുഴക്കം, നിലപാട്, അത് ഇത്, ചപ്പ് ചവറ്, ചുണ്ണാമ്പ് പുണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. ഇതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാലോ അതും എൻട്രി എക്സിറ്റ്, ഇതുവഴി കയറി ഇതുവഴി പോകും. അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കണം, അത് അള്ളാന്റെ പൊരുത്തത്തിനായിരിക്കണം. ആളുകൾ പുകഴ്ത്തട്ടെ, ഇകഴ്ത്തട്ടെ, പൊക്കട്ടെ, താക്കട്ടെ, ഉയരട്ടെ, താഴട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ആളുകൾ എന്ത് പറഞ്ഞാലും ചാട്ടം വേണ്ട, ആളുകൾ എന്തെങ്കിലും മോശം പറഞ്ഞാൽ വാട്ടം വേണ്ട, ഒരു നേട്ടവും വേണ്ട, ഒരു കോട്ടവും വേണ്ട, ഒന്നും വേണ്ട. അള്ളാഹുവിന്റെ തൃപ്തി, അതിനു വേണ്ടി മാത്രം നമ്മൾ ഇബാദത്ത് എടുക്കുക. അത് ഇബാദത്തായാലും വീട് പണിയായാലും അടുക്കള പണിയായാലും എന്താണെങ്കിലും അള്ളാന്റെ പൊരുത്തം, അള്ളാന്റെ തൃപ്തി, ഇഖ്ലാസ്, നിഷ്കളങ്കത, ആത്മാർത്ഥത, പ്രതിബദ്ധത, ആ ഒരു കാര്യം മാത്രം നമുക്കുണ്ടായാൽ മതി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ത്വാഅത്ത് കൊണ്ട്, വഴിപ്പെടൽ കൊണ്ട്. ഏതാ വഴിപ്പെടൽ? പത്രം വായിക്കുന്നത് ത്വാഅത്താണ്, നോട്ടീസ് വായിക്കുന്നത് ത്വാഅത്താണ്. എല്ലാം പലസ്തീൻ മക്കളുടെ വിവരം അറിയാൻ വേണ്ടി പത്രം വായിക്കുന്നു. അതിനപ്പുറത്ത് ഫസാദും മുസീബത്തും കേൾക്കാനല്ല. നോട്ടീസ് വായിക്കുന്നു. ഉസ്താദുമാരുടെ വഴല ഏതൊക്കെ വിഷയങ്ങളാ നമുക്ക് പഠിക്കാൻ പറ്റിയ വിഷയങ്ങളുണ്ടോ, അപ്പൊ അത് ഇബാദത്തായി. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹുവിലേക്കുള്ള അടുപ്പമാണ് നമുക്ക് ലക്ഷ്യമാക്കേണ്ടത്. മറ്റൊന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. മിൻ മഹബ്ബത്തിൻ വ മദ്ഹിൻ മിനൽ ഖൽഖി. ഇത് ചെയ്യുന്നതിലൂടെ ആളുകളുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ട, ആളുകളുടെ പുകഴ്ത്തൽ നമ്മൾ നോക്കണ്ട. ഇതാണ് ഇഖ്ലാസ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇഖ്ലാസിലൂടെയാണ് അള്ളാഹുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഒരിക്കൽ മഹാനായ സഹാബി വര്യൻ അബൂ ദർ അൽ ഗഫാർ റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇഖ്ലാസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഇഖ്ലാസിനെ പറ്റി ഒന്ന് വിശദീകരിച്ചു തരുമോ റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? അബൂദർറേ, ജിബ്രീൽ വരട്ടെ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചിട്ട് പറയാ. ജിബ്രീൽ വന്നു. അഷ്റഫുൽ ഖൽഖ് ചോദിച്ചു, ജിബ്രീൽ മൽ ഇഖ്ലാസ്, എന്താണ് ഇഖ്ലാസ് എന്നൊന്ന് പറഞ്ഞു തരുമോ? ജിബ്രീൽ പറഞ്ഞു കൊടുത്തില്ല. ജിബ്രീൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഞാൻ മീകായിലിനോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാ. സഹോദരങ്ങളെ, മീകായിൽ വന്നു അലൈഹിസ്സലാം. കടന്നു വരുമ്പോ ജിബ്രീൽ ചോദിച്ചു, എന്താണ് ഇഖ്ലാസ്? എന്റെ കളിത്തോടൻ ഹബീബ് ചോദിച്ചിരിക്കുകയാ. ഹബീബിനോട് തന്റെ പ്രിയപ്പെട്ട സദീർക്കിൻ ചോദിച്ചിരിക്കുകയാ. ആ സമയത്ത് മീകായിൽ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് പറയാ, ഞാൻ പടച്ചവനോട് ചോദിച്ചിട്ട് പറയാ. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് ചോദിക്കുന്നു മീകായിൽ എന്ന മലക്ക്, അല്ലാഹുവേ, ഇഖ്ലാസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് അല്ലാഹു മീകായിലിനോട് പറഞ്ഞു, മീകായിൽ ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ ഹബീബിനോട് പറഞ്ഞു, ഹബീബ് തന്റെ പ്രിയപ്പെട്ട സഹാബി അബൂദറിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വിളിച്ചു പറഞ്ഞു, ഇഖ്ലാസ് എന്തെന്നറിയോ? അല്ലാഹ് പറഞ്ഞു, വത്ര അൽ ഇഖ്ലാസ് സിർറും മിൻ അസ്റാരി. ഇഖ്ലാസ് എന്ന് പറയുന്നത് എനിക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്, എനിക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് രഹസ്യമാണ്. ഊദിഉഹു ഖൽബ മൻ നശാഉ മിൻ ഇബാദി. എന്റെ അടിമകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളുടെ കൽബിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതാ. എല്ലാവർക്കും അത് കിട്ടൂല, എല്ലാവർക്കും അത് കിട്ടൂല. ഈ 7
ഏഴംകുളം മഹല്ലത്തിന്റെ പള്ളിയുടെയും മദ്രസയുടെയും ഇടയിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, യുവാക്കളെ, എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നതല്ല ഇഖ്ലാസ്. അല്ലാഹുവിന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നതാണ് ഇഖ്ലാസ്. അത് ലോകത്തുള്ള എല്ലാവർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കുറെ ആളുകൾ സ്വർഗം വാങ്ങാൻ വേണ്ടി നിസ്കരിക്കുന്നുണ്ട്, കുറെ ആളുകൾ കള്ളുകുടിയിൽ നിന്ന്, പലിശയിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന്, അതുപോലെ തന്നെ ലോട്ടറിയിൽ നിന്ന്, പരദൂഷണത്തിൽ നിന്ന് മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നരകത്തിന്റെ ഭീകരമായ കുണ്ടിൽ വീണു പോകുമോ എന്ന പേടിയുള്ളത് കൊണ്ടാ. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ അങ്ങനെയാണ്. ഇനി കുറെ ആളുകൾ അല്ലാഹു എനിക്ക് കുടിക്കാൻ തന്നപ്പോ ഞാൻ അൽഹംദു പറയണ്ടേ, തിന്നാൻ തന്നതിന്റെ പേരിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യണ്ടേ, എനിക്ക് നടക്കാനുള്ള ആരോഗ്യം തന്നതിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കണ്ടേ? ആ ഒരു ചിന്തയിൽ നിസ്കരിക്കുന്ന, ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്കും അല്ലാഹു ഇഖ്ലാസ് കൊടുത്തിട്ടില്ല. അത്തഖറുബ ഇലല്ലാഹ്, അവന്റെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിന്റെ സാമീപ്യം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന അല്ലാഹുവിന്റെ സിർറ്, അവന്റെ രഹസ്യമായ എന്തോ ഒന്ന്, അതാണ് ഇഖ്ലാസ് എന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വല്ലാത്ത നിഗൂഢമായ ഒരു അനുഗ്രഹമാണ്, അത് ഗോപ്യമാണ്, നമുക്ക് കാണാൻ പറ്റൂല. എനിക്ക് ഇഖ്ലാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇത് സിർറും മിൻ അസ്റാരി, എന്റെ രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് എന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് മീകായിൽ പറഞ്ഞതായിട്ട് ജിബ്രീൽ പറഞ്ഞതായിട്ട് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞതായിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോ ജുനൈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? അൽ ഇഖ്ലാസ് സിർറുൻ ബൈനല്ലാഹി വ ബൈനൽ അബ്ദ്, ഒരു ദാസന്റെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള രഹസ്യമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതിന് 3 പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം. ഈ ഇഖ്ലാസിന് 3 പ്രത്യേകതകളാണുള്ളത്. ആ 3 പ്രത്യേകതയും ഇഖ്ലാസിന്റെ വലിപ്പം കാണിക്കുകയാ, അതിന്റെ പൊലിമ കാണിക്കുകയാ, അതിന്റെ ജാജ്വല്യത കാണിക്കുകയാണ്, അതിന്റെ തിളക്കം നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. എന്താണ് ഇഖ്ലാസിന്റെ പ്രത്യേകത എന്നറിയോ? ലാ യഅലമുഹു മലക്കുൻ ഫയക്തുബാ, ഒരു മലക്കിന് പോലും അത് അറിയാൻ പറ്റൂല, എഴുതി പിടിപ്പിക്കാൻ ഒരു മലക്കിന് പോലും അറിയാൻ പറ്റാത്തതെന്നാണ് ഇഖ്ലാസ്. പിന്നീട് പറയുന്ന ഓരോ കാര്യങ്ങളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ഒരു മലക്കിനും എഴുതി പിടിപ്പിക്കാൻ കഴിയാത്ത രഹസ്യമാണ്, ആ രഹസ്യമാണ് ഇഖ്ലാസ്. രണ്ടാമത്തെ പ്രത്യേകത, വലാ ശൈത്താനുൻ ഫയുഫ്സിദ, ഒരു ശൈത്താനും അത് കാണാൻ പറ്റൂല, എന്നാൽ ആ ശൈത്താൻ അതിനെ പിഴപ്പിച്ചു കളയുമല്ലോ. ശൈത്താന് പിഴപ്പിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ ഇഖ്ലാസിനെ ശൈത്താന്റെ ഇടപെടൽ കൊണ്ട് വഴിതെറ്റിക്കാൻ പിഴപ്പിക്കാൻ കഴിയില്ല. വലാ ഹവൻ ഫയുമീലഹു, ഒരിക്കലും അവന്റെ ദേഹേച്ഛയ്ക്കറിയാൻ പറ്റില്ല, എന്നാൽ അവനെ തെറ്റിച്ചു കളയും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു വിശാലമായ കാരുണ്യം അല്ലാഹു ഇഖ്ലാസിലല്ലാതെ വേറെ എന്തിനാ നൽകിയിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഇച്ഛകൾ, ജഡികേച്ഛകൾ, ദേഹേച്ഛകൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്നാ തെറ്റിച്ചു കളയാൻ സാധ്യതയുണ്ട്. ശൈത്താന് പോലും അറിയാൻ പറ്റില്ല, എന്നാൽ പിഴപ്പിച്ചു കളയാൻ സാധ്യതയുണ്ട്. ഒരു മലക്കിന് പോലും അറിയില്ല, എന്നാൽ എഴുതി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനേക്കാളും അപ്പുറത്ത് അവാച്യമാണ്, അവർണ്ണനീയമാണ്, അതുല്യമാണ് പരിശുദ്ധമായ ഇഖ്ലാസ്. മഹാനായ സയ്യിദുനാ ജുനൈദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഒരാളും നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കേണ്ടി വരില്ല ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. ആർക്കും അറിയാൻ പറ്റില്ല ഇഖ്ലാസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയാൻ പോവാൻ, അള്ളാഹു എന്താണ് എന്ന് തിരിച്ചറിയാൻ പോവാൻ, അള്ളാഹു ആരാണ് എന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. ഇഖ്ലാസ് ഉണ്ടാകണം. ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കണം. എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അള്ളാഹുവേ എനിക്ക് നിന്റെ പൊരുത്തം, വേറെ ഒന്നും എനിക്ക് വേണ്ട.
വേറെ ഒന്നും എനിക്ക് വേണ്ട. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, ആളുകൾ എന്തോ പറയാതിരുന്നോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഒരിക്കൽ ഒരു മഹദി തന്റെ വലത് കൈയിൽ തീക്കട്ടയും ഇടത് കൈയിൽ പച്ചവെള്ളവുമായിട്ട് നടു റോഡിലൂടെ ഓടുകയാണ്. ആ മഹദിയുടെ ചരിത്രം പറയുന്നത്, ആളുകൾ ചോദിച്ചു, എന്താ നിന്റെ കയ്യിലിരിക്കുന്ന തീക്കട്ട കയ്യിൽ കരുതിയിരിക്കുന്നത് എന്തിനാണ്? അവര് പറഞ്ഞു, അള്ളാന്റെ സ്വർഗത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ അങ്ങ് കരിച്ചു കളയാൻ പോവാ ഞാൻ. ഇടത് കൈയിരിക്കുന്ന വെള്ളം എന്തിനാ? അത് നരകത്തിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് നരകം അങ്ങ് കെടുത്തി കളയാൻ പോവാൻ. ആളുകൾ ചോദിച്ചു, വട്ടുണ്ടോ, ഭ്രാന്തുണ്ടോ? നിന്റെ കയ്യിരിക്കുന്ന ഈ തീക്കണൽ കൊണ്ട് കരിഞ്ഞു പോകാൻ മാത്രമുള്ളതാണോ പടച്ചവന്റെ സ്വർഗം? നിന്റെ കയ്യിലിരിക്കുന്നതായ പച്ചവെള്ളം ഒഴിച്ചാൽ കെട്ടുപോകാനുള്ളതാണോ പടച്ചവന്റെ നരകം? ആ സമയത്ത് ആ മഹദി പറഞ്ഞത്, പ്രതീകാത്മകമായിട്ടെങ്കിലും എനിക്കത് ചെയ്യണം. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ചില ആളുകൾ ഇവിടെ ഇബാദത്തെടുക്കുന്നത് സ്വർഗം വാങ്ങാനാ, ചില ആളുകൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് നരകത്തെ പേടിച്ചിട്ടാ. ഒരുത്തരും അങ്ങനെ ചെയ്യണ്ട. ചോദിച്ചു, പിന്നെന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ പൊരുത്തത്തിനാണോ ചെയ്യേണ്ടത്? അള്ളാന്റെ പൊരുത്തത്തിനാണോ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടത്? അല്ലാതെ നരകത്തെ പേടിച്ചുകൊണ്ടാകാൻ പാടില്ല. അതിന്റെ പേരാണ് ഇഖ്ലാസ്. അതാണ് അള്ളാഹുലേക്കുള്ള അടുപ്പം. അവിടെയാണ് അള്ളാനെ മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തെടുത്താൽ സ്വർഗത്തിലേക്കല്ലേ നമ്മുടെ ലക്ഷ്യം. ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയ ഓട്ടമാണ്? എവിടെ നിന്ന് തുടങ്ങിയ ഓട്ടമാണ്? ഇത് എത്രാമത്തെ ലോകത്തിലാണ് നമ്മളുള്ളത്? അറിയുന്നവരെന്ന് പറഞ്ഞേ, എത്രാമത്തെ ലോകം പോലെ? ഇത് എത്രാമത്തെ ലോകമാണ്? എത്രാമത്തെ ലോകം? ലോകം 5. ലോകം 5 ലോകമാണ്. ആലമുൽ അർവാഹ്, ആലമുൽ അർഹാം, ആലമുൽ അജ്സാദ് അല്ലെങ്കിൽ അജ്സാം, ആലമുൽ ബർസഖ്, ആലമുൽ ആഖിറ. അപ്പൊ നമ്മൾ എത്രാമത്തെ ലോകത്തിലാ? ആഖിറത്തിലാ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാക്കളുടെ ലോകം ഉണ്ടായിരുന്നു. അതൊക്കെ വിശാലമായ ഒരു ലോകമാണ്. അതൊക്കെ പറഞ്ഞ നമ്മുടെ പിടുത്തം വിട്ടുപോകും. ഈ വിഷയത്തിൽ തന്നെ തെറിച്ചു പോകും. ഞാനിപ്പോ പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടാണ്. ഇരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും വേദിയിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവാം, ഞാൻ നിങ്ങളെയും കണ്ടിട്ടുണ്ടാകാം. അല്ലാതെ ഞാൻ നിങ്ങളെ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പൊ കണ്ടു? എന്തുകൊണ്ട് കണ്ടു? ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു. ആ ലോകത്ത് ആദം നബിയുടെ മുതുകിൽ അള്ളാഹു ജിബ്രീൽ ഒന്ന് തടകി കൊടുത്തപ്പോ ലോകം അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്റെയും റൂഹുകൾ പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന റൂഹുകളോട് അള്ളാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണോ? എല്ലാ റൂഹുകളും പറഞ്ഞു, ഖാലൂ ബലാ, അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. അള്ളാഹു പറഞ്ഞു, പോരാ, നിങ്ങൾ വാക്കുമാറാൻ സാധ്യതയുണ്ട്, രേഖാമൂലം എനിക്ക് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും പടച്ചവനാണ്, റബ്ബ് എന്ന്, സർവാധിനാഥനാണ്, സർവശക്തനാണ്, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവാണ്, സർവഗുണ സമ്പൂർണനാണ്, സർവജ്ഞനാണ് അല്ലാഹു എന്ന് എഴുതി കൊടുത്തു. ലോകത്തുള്ള എല്ലാവരും എഴുതി. ഫലസ്തീൻ മക്കളെ ചുട്ടരിക്കുന്ന ഇസ്രയേലിന്റെ ജൂത പരിശകൾ, ജൂത പിശാചുക്കൾ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കാർ, എല്ലാവനും എഴുതി കൊടുത്തു, ഞാൻ സമ്മതിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. ആ എഗ്രിമെന്റ് പേപ്പർ എവിടെ ഉണ്ടെന്നറിയോ? എവിടെ ഉള്ളത്? ഞാൻ ഉള്ള കാര്യങ്ങളെ പറയുള്ളൂ. ആർക്ക് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഇപ്പൊ ചോദിക്കേണ്ട, കാരണം എനിക്ക് വിഷയം അവതരിപ്പിച്ച് തീർക്കാനുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ലൈവാണ്, മരിച്ചില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ രേഖ നിങ്ങളൊപ്പം കാണിച്ചു തരും. നമ്മൾ അള്ളാഹു ഏകനാണെന്നും അവൻ നമ്മുടെ റബ്ബാണെന്നും സമ്മതിച്ച സമ്മതപത്രം അള്ളാഹു എഴുതി വാങ്ങിയിട്ട് ആ സമ്മതപത്രം അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഹജറുൽ അസ്വദ് എന്ന ബ്ലാക്ക് സ്റ്റോൺ എന്ന വിശുദ്ധ കഅബാലയത്തിന്റെ മൂലയിൽ പിടിപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിന്റെ ഉള്ളിലാണ് എന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലോകം മൊത്തം കാണാൻ ലൈവില് എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ കാണുന്നുണ്ട്. അതുകൊണ്ട് തള്ളി മറിക്കുന്നതൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട.
അതുകൊണ്ടാണ് ഹജറുൽ അസ്വദിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ എന്താ ദുആരക്കുന്നത്? അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹദിക്. എന്താ ഈ വഫാഅൻ ബിഅഹദിക്? നിന്നോട് ചെയ്ത കരാറിന്റെ പൂർത്തീകരണമാണ് തമ്പുരാനെ. അതേത് കരാറ്? നീ ഞങ്ങളുടെ റബ്ബാണ് എന്ന കരാർ. ഖുർആന്റെ ആയത്തിന്റെ ഹദീസുകളിലും ആ തഫ്സീറുകളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ വെച്ച് ഏതൊക്കെ റൂഹുകൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ ആ റൂഹുകൾ ഈ ഭൂമിയിൽ വന്ന തമ്മിൽ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വമാ തആറഫ മിൻഹു തുലിഫ വമാ തനാകറ മിൻഹു തുലിഫ. ആരൊക്കെ അവിടെ തമ്മിൽ കണ്ടോ ഇവിടെ വന്നാലും കാണും. അവിടെ ആരൊക്കെ തമ്മിൽ ഒന്ന് ഉരസിയിട്ടുണ്ടോ ഇവിടെ വന്നാൽ തമ്മിൽ അടിക്കും. അതിൽ യാതൊരു സംശയമില്ല. മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിനോട് ഒരു ദിവസം പറഞ്ഞെന്താ? അലിയെ, എനിക്ക് ഒരുത്തനെ കണ്ട ഭയങ്കര ദേഷ്യമാണ്, എന്നാ പാവം എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ചില ആളുകളെ കണ്ട എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അവര് നാഴികയ്ക്ക് 40 വട്ടം എന്നെ ഉപദ്രവിക്കുന്നവരാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ, അത് ആലമുൽ അർവാഹിൽ വെച്ച് നിങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു ചെറിയ ഒരസലാണ് അതിന്റെ പ്രശ്നത്തിന്റെ പിന്നിലെന്ന് അലി റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു എന്ന് കാണാൻ കഴിയുന്നു. അപ്പോ അവിടെ വെച്ച് നമ്മൾ കണ്ടു, എല്ലാരും കണ്ടു. അവിടെ കണ്ടവരൊക്കെ ഇവിടെയും കാണും. ഒരാളൊരു കല്യാണം കഴിച്ചാൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഇതെന്റെ തലവരെയാണ്, തലവിധിയാണ്, തലയിലെഴുത്താണ്. ഈ തലയിലെഴുത്തേതാ? അതാണ് അന്ന് അവിടെ വെച്ച് കണ്ടത്. ആ എഴുത്ത തലയിലെഴുത്ത് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ തലയിലായി പോയില്ലേ? അത് അങ്ങനെ ആവുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ആരൊക്കെ തമ്മിലും വേണ്ടി. ഇപ്പൊ എന്നോട് പോയാ ഹൈക്കോർട്ടിന്റെ വക്കീല് പോയാ എവിടെ പോയി? ഉസ്താദ് ധൈര്യമായിട്ട് പ്രസംഗിച്ച ഞാൻ പുറകിലുണ്ടെന്ന് പറഞ്ഞിട്ട് സമയമാകുമ്പോ വലിഞ്ഞ കറക്റ്റ് വക്കീലിന്റെ സ്വഭാവം തന്നെയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൈക്കോടതി വക്കീലല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗപ്പെടും പിന്നീടായാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അവിടെ ആരൊക്കെ തമ്മിൽ കണ്ടോ അതിവിടെ വന്നാലും കാണും. അവിടെ ആരൊക്കെ തമ്മിൽ കണ്ടില്ലയോ ഇവിടെ വന്നാൽ ഇലാ യൗമിൽ ഖിയാമ കാണൂല. നമ്മൾ ആരെങ്കിലും അമേരിക്കയിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെന്താ കാരണം? അവിടെ വെച്ച് കണ്ടിട്ടില്ല. എന്നാൽ അവിടെ കണ്ട ഏതെങ്കിലും അമേരിക്കക്കാരനുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ കണ്ടിരിക്കും. ഇത് ഹദീസാണ്, എന്റെ വാക്കുകളല്ല. അതാണ് ആലമുൽ അർവാഹ്. രണ്ടാമത്തെ ലോകമേതാ? ആലമുൽ അർഹാം, ഉമ്മയുടെ ഗർഭാശയം എന്ന ലോകം. രണ്ടാമത് നമ്മൾ വന്നത് അവിടെയാ. ആ ഗർഭാശയ ലോകം 9 മാസം 10 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലോകത്തിലേക്ക് നമ്മൾ വന്നു. ആ ലോകത്തിന്റെ പേര് ആലമുൽ അജ്സാം, ജിസ്മുകളുടെ ലോകം. ശരീരം, ബോഡി എല്ലാം ബോഡിയാ. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകാനുള്ളത് ആലമുൽ ബർസഖ്, 4ാമത്തെ ലോകം. ഓട്ടം നിൽക്കുന്നില്ല. അത് കഴിഞ്ഞാൽ 5ാമത്തെ ലോകമുണ്ട്, ആലമുൽ ആഖിറ. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം, അതിനപ്പുറത്ത് വേറെ ഇല്ല. ആഖിറം എന്ന് പറഞ്ഞാൽ അവസാനം, അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല. പക്ഷേ മുസൽമാനെ, നിനക്ക് അവിടെയും ഓട്ടം നിൽക്കുന്നില്ല. ആഖിറത്തിൽ നിനക്ക് അല്ലാഹു സ്വർഗമങ്ങ് തന്നാൽ, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗം നിനക്കല്ല തന്നാൽ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും ഒരു ഹൃദയത്തിൽ ഇന്നേ വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം നിനക്കല്ലാഹു അങ്ങ് തന്നാൽ നിനക്ക് ഓട്ടം നിൽക്കുന്നില്ല പൊന്നുമോരെ. അതാ പറഞ്ഞത്, സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യമെന്ന്. ഓട്ടം എവിടേക്കാണ് ഓടേണ്ടതെന്ന് അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞു. ഫഫിറൂ ഇലല്ലാഹ്. സ്വർഗത്തിൽ ചെന്നാലും നിന്റെ ഓട്ടം നിൽക്കുന്നില്ല. സ്വർഗത്തിന്റെ അവകാശികളോട് അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് കൊടുക്കുമ്പോൾ, എല്ലാ അനുഗ്രഹങ്ങളും അവന് വാരിക്കോരി കൊടുക്കുമ്പോൾ, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ നീ അറിയണ്ട.
എല്ലാം നിനക്ക് അല്ലാഹു തരുന്ന സ്വർഗമുണ്ടല്ലോ. സൽസബീലുണ്ട്, തസ്നീമുണ്ട്, കള്ളാറുണ്ട്, തേനാറുണ്ട്, പാലാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും നിനക്ക് അല്ലാഹു തരുമ്പോൾ അല്ലാഹു ചോദിക്കുന്നു, എന്റെ അബ്ദേ, എന്റെ ദാസ, എന്റെ പ്രിയപ്പെട്ട അടിമേ, ഇനി എന്തെങ്കിലും വേണോ? ഹദീസുകളിൽ കാണാം, യവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇനി എന്തെനിക്ക് കിട്ടാനാ? കിട്ടാനുള്ളതൊക്കെ തന്നില്ലേ പടച്ചോനെ? കൊതിക്കുന്നതൊക്കെ എന്റെ മുന്നിലെത്തുന്നുണ്ടല്ലോ. ഒരു പഴം കഴിക്കണമെന്ന ചിന്ത വരുമ്പോൾ ഒരു മരത്തിൽ നിന്നൊരു പഴം പറിച്ചെടുക്കുകയാ. ആദ്യത്തെ കടിയുടെ രുചിയല്ല രണ്ടാമത്തെ കടിക്കുള്ളത്. ഒരു പഴത്തിന്റെ രുചിയല്ല അടുത്ത പഴത്തിനുള്ളത്. ഒരു കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത കൊലയുടെ പഴത്തിനുള്ളത്. ഒരു വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിനുള്ളത്. സഹോദരങ്ങളെ, കാണുമ്പോ ഒരുപോലിരിക്കും, പക്ഷേ അതിന്റെ രുചി വ്യത്യാസമാണ്. ആ സ്വർഗം ഇവന് കൊടുത്തു. എല്ലാം കാണുമ്പോ ഒരുപോലെ ഇരിക്കും, രുചി വ്യത്യാസമാണ്. സ്വർഗവും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസം അതാ. ഇത് കാണുമ്പോ ആപ്പിൾ പോലെ ഇരിക്കും, ഓറഞ്ച് പോലെ ഇരിക്കും, അല്ലേ? മുസംബി പോലെ ഇരിക്കും, പിന്നെ വാട്ടർ മെലൻ അത് അങ്ങനെ ഇരിക്കും. ഇതെല്ലാം പലതും പല മോഡലിലാണ്. പക്ഷെ ഏത് തിന്നാലും രുചി ഒരുപോലെയാ. പച്ചവെള്ളത്തിന്റെ ഒന്നിനും ടേസ്റ്റ് ഇല്ല. ആ സ്വർഗത്തിൽ അങ്ങനെയല്ല. സ്വർഗത്തിൽ കാണുമ്പോ എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ രുചി വ്യത്യാസമാണ്. ഒരു കടി ഇങ്ങനെ കടിച്ചാൽ ആ രുചി വേറെയായി ചേഞ്ച് വന്നു. അടുത്ത കടിക്ക് വേറൊരു ചുവയാണ്, വേറൊരു ടേസ്റ്റാണ്. അള്ളാഹുവിന്റെ സ്വർഗം ഇത്രയും ഒരാൾ അള്ളാഹ് കൊടുക്കുമ്പോ ഉണ്ടല്ലോ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, മതിയോ? ഇനി എന്താ വേണ്ടേ? അള്ളാഹുവേ, ഇനി എന്ത് കിട്ടാനാ? ഇത്രയൊക്കെ കിട്ടിയില്ലേ? ആ സമയത്താണ് അള്ളാഹു അവന്റെ ഹിജാബ് അങ്ങ് മാറ്റി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ആ പടച്ചവന്റെ ഹിജാബ് അങ്ങോട്ടങ്ങ് മാറ്റി കൊടുക്കുമ്പോ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ കാണുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് അള്ളാന്റെ ലിഖാ കാണണമെങ്കിൽ അവൻ സ്വാലിഹായ അമൽ ചെയ്യണം. ശ്രദ്ധിക്കണം, എന്റെ കൂടെ വരണം, എന്റെ കൂടെ നിങ്ങളുടെ മൈൻഡ് വരണം. അള്ളാഹു പറഞ്ഞു, ആർക്കെങ്കിലും എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവന് സുഹൃതങ്ങൾ ചെയ്യണം. ചെയ്താലും മാത്രം പോരാ, ഒരു വസ്തുവിനെ പോലും അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. ഇതേത് പങ്കു ചേർക്കല? ഇതേത് ശിർക്ക? ഏത് ശിർക്ക? വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിടുന്നതല്ല. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ മുമ്പിൽ ചെന്ന് കുമ്പിടുന്നതല്ല. അഗ്നി ആരാധിക്കുന്നതല്ല. 33 കോടി ദൈവങ്ങളെ പൂജിക്കുന്നതല്ല. കല്ല് മുതൽ കാഞ്ഞിരക്കുറ്റി വരെ, മുള്ളു മുതൽ മൂർഖം പാമ്പ് വരെ ആരാധിക്കുന്നതല്ല. ഏതാരാധനയാണിത്? ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അസ്ഗർ, നോർമലി ഷിർക്ക്. മൈനർ ഷിർക്ക് അതേതാ? ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോ അതെങ്ങനെ മനസ്സിലായി? സൽക്കർമ്മം ചെയ്യണം, ഷിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ രണ്ടും വൈരുദ്ധ്യമാണ്. സൽക്കർമ്മം ചെയ്യുന്നവന് ഷിർക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ സൽക്കർമ്മം ചെയ്തിട്ട് ഉടനെ നീ ഷിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ ഷിർക്ക് ഏതാ? ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മം ചെയ്യരുതെന്നാണ് അതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചവനെ കാണലാ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടലാ നമ്മുടെ ലക്ഷ്യം. ഓട്ടം അവിടെയാണ് നിൽക്കുക, അവിടം വരെയാണ് നമ്മൾ ഓടേണ്ടത്. അല്ലാതെ സ്വർഗത്തിലെത്തുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലും മലർക്കെ തുറക്കപ്പെടുമ്പോ ആഗ്രഹിച്ചത്, മോഹിച്ചത്, കാമിച്ചത്, ആഗ്രഹിച്ചത്, ഇഷ്ടപ്പെട്ടത്, കൊതിച്ചതെല്ലാം തന്റെ മുമ്പിൽ അധീനപ്പെടുമ്പോ എല്ലാം മറന്നിട്ടവനും മതിമറന്നു പോകലല്ല. പിന്നെയോ അവന്റെ ലക്ഷ്യം അവിടെയുമല്ല, അല്ലാഹു കാണലാണ്. ഏത് പടച്ചവനാണ്? അവനെ സൃഷ്ടിച്ച അല്ലാ, അവനെ സംരക്ഷിച്ച അല്ലാ, അവനെ സംഹരിക്കുന്ന അല്ലാ, കല്ലെടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടുനീര് കൊടുക്കുന്ന അല്ലാ, ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടം പോലും അറിയുന്ന അല്ലാ, വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള ചലനങ്ങൾ അറിയുന്ന അല്ലാ, ഗതിവിഗതി
സ്ഥിതിഗതികൾ അറിയുന്ന അല്ലാ, ആ പടച്ച തമ്പുരാനെ, ആ അല്ലാഹുവിനെ നമുക്ക് കാണാൻ പറ്റുകയാ. ആ റബ്ബിലേക്കുള്ള ഓട്ടത്തിന് വേണ്ടത് എന്താണ്? അത് ഇഖ്ലാസാണ്, നിഷ്കളങ്കതയാണ്, ആത്മാർത്ഥതയാണ്. അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെ ചേർത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള സ്വാലിഹീങ്ങളിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്. ആരെങ്കിലും 40 ദിവസം എണ്ണിപ്പടിച്ചോ, 40 ദിവസം ഏതെങ്കിലും ഒരാള്, ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് എടുത്താൽ, പക്ഷെ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല, 35 ആവുമ്പോഴേക്ക് താഴെ വീട് പോകും. 40 ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടെ തബ്ലീഗ് ജമാഅത്ത് കൂടുതലല്ലേ? ജമാഅത്തിനോളാണല്ലേ? എത്ര ദിവസം ജമാഅത്ത്? 3 ദിവസം ഉണ്ടെന്ന് തോന്നല്ലേ? 40. എന്താ ഈ 40ന്റെ പ്രത്യേകത അറിയാവർക്ക്? 40ന്റെ പ്രത്യേകത എന്താണ്? ഈ 40ന്റെ പ്രത്യേകത എന്താണ്? ബീജക്കട്ടയായി ഉമ്മയുടെ ഉദരത്തിൽ 40 അല്ലേ? അങ്ങനല്ലേ? ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഗർഭാശയത്തിൽ 40 ദിവസം ബീജക്കട്ട, അലക്കത്ത്, പിന്നീട് നുത്ഫത്ത്, പിന്നീട് 40 ദിവസം രക്തക്കട്ട, അലക്കത്ത്, പിന്നെ 40 ദിവസം മാംസപിണ്ഡം, മാംസക്കട്ട, മുളകത്ത്. ഈ 40 പിന്നിടുമ്പോ എത്ര മാസമായി? 40 കഴിയുമ്പോ എത്ര മാസമായി? തിരുവനന്തപുരം ജില്ലയിൽ 4 മാസം. ഈ 4 മാസമാകുന്ന സമയത്താണ് റൂഹ് ഊതാൻ മലക്ക് വരുന്നത്. ഈ 3 ഘട്ടം കഴിയണം. ജമാഅത്തിന് പോകുന്നവർക്കറിയാം 40 ദിവസം. 40ന് വലിയ പ്രത്യേകതയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖിന് നുബുവത്ത് കിട്ടിയത് 40-ൽ. എല്ലാ പ്രവാചകന്മാർക്കും നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 40ന് വലിയ പ്രത്യേകതയാണ്. സൈക്കോളജി പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി കൂടുതലാണ്, കുഴിയിൽ വീഴൂല. അതുവരെ എല്ലാ കുഴിയിലും വീഴും. 40 കഴിഞ്ഞാൽ പിന്നെ അവൻ നല്ല ഒരു മെച്ചൂരിറ്റിയായി. അവനെ ആർക്കും കുഴിയിൽ വീഴും, അവൻ കുഴിയിൽ വീഴ്ത്തും. അവൻ പിന്നെ പണി എന്താ? കുഴിയിൽ വീഴ്ത്തക്കോ. 40 കഴിഞ്ഞവൻ മറക്കം മൺ തട്ടിപ്പിന്റെ ആളുകളായിരിക്കും. കാരണം എന്താ? അതുവരെ അവൻ കുഴിയിൽ വീണ്, അവൻ കയറിയിട്ട് ബാക്കിയുള്ള കുഴിയിൽ വീഴുന്ന സമയമാണ് 40 കഴിഞ്ഞാൽ. 40ന് വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും 40 ദിവസം ഇഖ്ലാസോടെ ഇബാദത്ത് എടുത്താ, മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുകയാ, മാ ഖുലസ അബ്ദുൻ ഖത്ത് 40 യൗമാ. 40 ദിവസം നിങ്ങൾ എണ്ണിയെടുത്തോ. 40 ദിവസം ആരെങ്കിലും ഇഖ്ലാസോടെ ഇബാദത്ത് എടുത്താൽ, ഇല്ലാ നളറത് യനാബിഉൽ ഹിക്മതി, ഇല്ലാ ലഹറത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനിഹി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അറിവ് പഠിക്കാൻ വേണ്ടി കാത്തിരുന്ന പ്രമുഖരായ സഹാബാക്കളിൽ ഏറ്റവും പ്രമുഖനായ സഹാബി പറയുകയാണ്, 40 ദിവസം ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ പണിയെടുത്താൽ, ഇഖ്ലാസോടെ ഇബാദത്ത് എടുത്താൽ, ഇല്ലാ ലഹറത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബിഹി ഇലാ ലിസാനിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് ഹിക്മത്തിന്റെ ഒഴുക്കുണ്ടാകുമെന്നാണ്. നിങ്ങളുടെ ജോലി എന്താ? കച്ചവടം. ഞാൻ പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ ചോദിച്ചു ഇവിടുത്തെ ഇമാമാണോ എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെയല്ലേ ചോദിച്ചാ? അല്ലെ, മുസ്ലിയാക്കന്മാരൊക്കെയാണ് അവിടുത്തെ കമ്മിറ്റി. സാറേ, ഞാൻ മുസ്ലിയാരല്ല. എന്നോട് പറയാ, ഞാനൊരു കച്ചവടക്കാരനാണ്. അതിപ്പോഴാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല, ഞാൻ വേഷം കണ്ടിട്ട് പറഞ്ഞതാ, ഞാൻ ജമാഅത്തിന് പോകുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇനിയിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാവണ്ട. അപ്പൊ അതാണ്, നമുക്ക് ഉണ്ടായാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ. ഉള്ളത് ഹക്കാണ് പറയുന്നെങ്കിൽ ആര് പൊക്കിയാൽ എന്താ, താഴ്ത്താൽ എന്താ, അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 ദിവസം ജമാഅത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന ആൾ നല്ലല്ലോ സംസാരിക്കൂലേ? നല്ലത് പ്രസംഗിക്കൂലേ? 40 ദിവസം ഇഖ്ലാസോടുകൂടി ഒരാള് ഇബാദത്ത് എടുത്താൽ,
തബ്ലീഗ് ജമാഅത്ത് 40 ദിവസം അവര് കൊണ്ടുപോയി ഇഖ്ലാസ് പഠിപ്പിച്ച് അവരെ മുഖ്ലിസീങ്ങളാക്കി തിരിച്ചു കൊണ്ടുവരുമ്പോ പള്ളിയിലെ ഇമാമിനെക്കാളും നല്ലപോലെ പ്രസംഗിക്കും തിരിച്ചു വരുന്ന ആള്. കച്ചവടക്കാരനാവാം, തൊഴിലാളിയാവാം, മുതലാളിയാവാം, ഡോക്ടറാവാം, വക്കീലാവാം, എഞ്ചിനീയർ ആകാം, എന്തോ ആവാം. 40 ദിവസം ആര് ഇഖ്ലാസോടെ ഇബാദത്ത് എടുക്കും? നിങ്ങൾ ദർസിൽ പഠിക്കണ്ട, നിങ്ങൾ കോളേജിൽ പഠിക്കണ്ട, നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണ്ട. 40 ദിവസം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിങ്ങൾക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയോ? ഇതെന്റെ വാക്കല്ല, മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു പറയാണ്, 40 ദിവസം ഇഖ്ലാസോടുകൂടി ഇബാദത്ത് എടുക്കുന്ന ഒരാളുടെ ഖൽബിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിക്മത്ത് ഒഴിച്ചു കൊടുക്കും. അത് നാവിലൂടെ പുറത്തു വരും, നാവിലൂടെ പുറത്തു വരും. ദർസിൽ പഠിക്കണ്ട. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ദർസിൽ പഠിച്ച ആളല്ല, കിതാബ് ഓതി പഠിച്ച ആളല്ല. ലുഖ്മാനുൽ ഹക്കീം ഹിക്മത്തിന്റെ ആളായിരുന്നു ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ബാത്റൂമിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടില്ലേ നമ്മുടെ നാടുകളിൽ? തലമറച്ച് കയറുക, ഇടതുകാല് വെച്ച് കയറുക, ഇടതുവശം ചെരിഞ്ഞിരിക്കുക, ചൊല്ലേണ്ട പ്രാർത്ഥന ചൊല്ലുക, മൂത്രത്തിൽ തുപ്പാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, ദീർഘനേരം ഇരിക്കാതിരിക്കുക, വലത് കാലുകൊണ്ട് പുറത്തിറങ്ങുക, ചൊല്ലേണ്ട ദുആ ചെയ്യുക. ഇത്രയൊക്കെ ചില പള്ളികൾ എഴുതി വെച്ചിട്ടില്ലേ? ഏഴംകുളത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാത്റൂമിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് തുടങ്ങിയതാ? ഇതെന്ന് തുടങ്ങിയതാ? കമ്മറ്റിക്കാരൊക്കെ തലയ്ക്ക് സുഖമില്ലാത്തോണ്ട് എഴുതി വെച്ചതല്ല. ഇത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയായിരുന്നപ്പോൾ തന്റെ യജമാനൻ ബാത്റൂമിൽ കയറിയിട്ട് ദീർഘനേരം ഇരുന്നപ്പോൾ ഈ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഈ പ്രിയപ്പെട്ട യജമാനൻ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബാസൂർ ഉണ്ടാകും. ദീർഘനേരം ബാത്റൂമിനകത്തിരുന്ന ബാസൂർ ഉണ്ടാവും. ബാസൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ പരസ്യം? മൂലക്കുരു. അത് പിടിപെടും, അത് പിടിപെടും. മാനസിക രോഗമുണ്ടാകും, വിഷാദ രോഗം പിടിപെടും. അതുകൊണ്ട് നിങ്ങൾ ദീർഘനേരം ബാത്റൂമിനകത്ത് കയറിയിരിക്കരുത്. രാവിലെ ഒരു സിഗരറ്റും കയ്യിൽ കത്തിച്ച് പിടിച്ച് ഒരു ദിനപത്രവുമായിട്ട് നേരെ ബാത്റൂമിൽ കയറി യൂറോപ്യൻ ക്ലോസറ്റ് ഇരുന്നാൽ 9 മണി വരെ ഇരിക്കും. മുഴുവൻ പത്രത്തിന്റെ എല്ലാ വാർത്തകളും വായിച്ച്, ഈ ചെയിൻ സർവീസ് പോലെയാ, ഒരു സിഗരറ്റ് കഴിഞ്ഞ് അടുത്ത കത്തിക്കുക, അതിൽ നിന്ന് തന്നെ കൊളുത്തും. അപ്പൊ ഇങ്ങനെ കൊളുത്തി ഇരുന്ന് 9 മണി വരെ മുഴുവൻ പത്രവും വായിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. നിനക്ക് മാനസിക രോഗം വരും, ഇല്ലെങ്കിൽ നിനക്ക് മൂലക്കുരു പിടിപെടും. ഇത് എന്റെ വാക്കല്ല, ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ വാക്ക. എവിടെന്നാ ഇത് പഠിച്ചത്? അദ്ദേഹം യൂണിവേഴ്സിറ്റി പഠിച്ച ആളല്ല. അദ്ദേഹം അള്ളാഹു ഹിക്മത്ത് കൊടുത്ത് ആദരിച്ച മഹാനാണ്. അദ്ദേഹത്തെ പറ്റി ഇൻഷാ അല്ലാഹ് മുമ്പ് സമയങ്ങളിലൊക്കെ ഞാൻ ഈ ലൈവ് മുസീബത്ത് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഞാൻ പ്രസംഗിച്ചതാ, മുമ്പ് പല വേദികളിലും. അപ്പോ ആ വേദികളിൽ പറഞ്ഞത് ഇത് ലൈവായിട്ട് ആരും കേട്ടിട്ടില്ല, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്താത്തത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഒരു വേദിയിൽ ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ പറ്റിയിട്ട് മാത്രം ഒരു പ്രസംഗം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു യജമാനോട് ഇത് പറഞ്ഞപ്പോ യജമാനൻ പറഞ്ഞ എന്താണെന്നറിയോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇത് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞു പുറത്ത്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ കരിക്കട്ട എടുത്തിട്ട് ബാത്റൂമിന്റെ പുറത്ത് എഴുതി വെച്ചു. അന്ന് തുടങ്ങിയതാ ഈ എഴുത്ത്, അന്ന് തുടങ്ങിയതാണ് ഈ എഴുത്ത്. ചില ബാത്റൂമിന്റെ ഫ്രണ്ടിൽ പള്ളികളിൽ പോയി നോക്കാം, ആദാബുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നല്ലതാ. പള്ളി കയറുമ്പോൾ ദുആ എഴുതി വെക്കണം. മറന്നു പോകുന്നോ കയറുമ്പോ സഹജമായി അങ്ങ് ചൊല്ലിക്കോളും. വീട്ടില് എത്രയോ വീടുകളിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പിന്നെ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ആ കുട്ടികളെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ടുണ്ടാവും, ബാത്റൂമിൽ കയറുമ്പോൾ ദുആ. തിരിച്ചിറങ്ങുമ്പോൾ ദുആ വെളിയിൽ തന്നെ വെക്കണം, അകത്തൊട്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഏതായിരുന്നാലും ഇതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേയും സഹജമായി ചെയ്തു പോകും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനെ ഹിക്മത്താണ് അല്ലാഹു കൊടുത്തത്. ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതല്ല, ഹിക്മത്താണ് അല്ലാഹു കൊടുത്തത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഹിക്മത്ത് അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കാൻ 40 ദിവസത്തെ ഇഖ്ലാസുള്ള അമൽ മതി എന്ന് മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുമ്പോ, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു തആല രാത്രി വൈകിയാലും നമസ്കാരമാണ്, പാതിരാത്രി എഴുന്നേറ്റ് നമസ്കാരമാണ്, ആരും കാണാതെ ഒറ്റയ്ക്ക് നിന്ന് നമസ്കാരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരേ ഒരു ഇബാദത്തായി നമസ്കാരം മാത്രം ഇങ്ങനെ നിസ്കരിച്ച് റുകൂഇന് ദൈർഘ്യം കൂട്ടി, സുജൂദിന് ദൈർഘ്യം കൂട്ടി, ഇഅ്തിദാലും ഖിയാമും അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും വളരെ ഭംഗിയായി കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കാതെ നല്ല നിലയിൽ നമസ്കരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബൂ ലൈല റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുകയാ. പാതിരാത്രിയുടെ നിശബ്ദതയിലാണ്, അല്ലാഹു അല്ലാതെ വേറെ ആരും കാണുന്നില്ല. ആ സമയത്ത് യാദൃച്ഛികമായി ആരെങ്കിലും ഒന്ന് കയറി വന്നാ
അബൂ ലൈല റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്നത് പോലെ അങ്ങ് കിടക്കുമെന്നാണ് ചരിത്രം പറയുന്നത്. ആളുകൾ കയറി വരുന്ന ആള് വന്നിട്ട് പറയുന്നത്, ഇതെന്തോരുറക്കമാണ്, ഇതെന്തോരുറക്കമാണ്, എന്തിനായി മനുഷ്യരിങ്ങനെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നത്, എന്തിനാണ് സമയം വേസ്റ്റാക്കുന്നത്, എഴുന്നേറ്റ് ഇബാദത്തെടുത്തൂടെ എന്ന് നല്ല മനുഷ്യരാണ് പറയുന്നത്. പക്ഷെ അവരറിയുന്നില്ലല്ലോ, ഒരു സൃഷ്ടിയുടെ കണ്ണെത്തിയപ്പോൾ, ഒരു സൃഷ്ടിയുടെ സമീപത്തായപ്പോൾ അള്ളാഹുവിന്റെ മുന്നിലുള്ള സുജൂദ് ഒഴിവാക്കിയിട്ട് ഉറങ്ങും പോലെ അഭിനയിക്കുന്നതാണെന്ന് അവർക്കറിയില്ല. വാരി കൂട്ടുകയാ സഹോദരങ്ങളെ, വാരി കൂട്ടുകയാണ് പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളിലൂടെ പ്രതിഫലം വാരി കൂട്ടുകയാണ്. അവർ സ്വർഗം മോഹിച്ചവരല്ല, നരകം പേടിച്ചവരല്ല, അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്റെ അള്ളാന്റെ പൊരുത്തം എനിക്ക് വേണം, എന്റെ റബ്ബിന്റെ തൃപ്തി എനിക്ക് വേണമെന്ന ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ ഏഴംകുളത്തുകാരോട് പറയുകയാണ്, കൊട്ട പോലെ ചെയ്തുകൊണ്ട് പോണ്ട, വലിയ വലിയ ടോറസിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന അമലുകളൊന്നും വേണ്ട, ഒരുപാട് ടിപ്പർ ലോറി വിളിച്ചിട്ട് കൊണ്ടുപോകാനുള്ള അമലുകളൊന്നും വേണ്ട, ഗുഡ്സ് വാഹനത്തിൽ കൊണ്ടുപോകേണ്ട അമലുകളൊന്നും വേണ്ട. ഒരു കൈമുറുക്കി പിടിച്ചാൽ അതിനകത്തുള്ള അമലു മതി, ആ അമല് നന്നായാൽ മതി, ഇഖ്ലാസ് ഉള്ളതായാൽ മതി. എന്തിനാണ് മനുഷ്യ നമ്മളെ ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ചതെന്നറിയോ? സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതുന്ന സൂറത്താണല്ലോ. സൂറത്തുൽ മുൽക്ക് വിർദുകളിൽ പെട്ടതാണല്ലോ. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതാൻ മറക്കല്ലേ. ഒരു മയ്യത്ത് ഖബറടക്കിയാൽ ആ ഖബറടക്കുന്ന മയ്യത്തിന്റെ അവസാനത്തെ മീസാൻ കല്ലും നാട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മക്കളോടാ പറയുന്നത്, ബന്ധുക്കളോടാ പറയുന്നത്, ഖബറിന്റെ മുമ്പിൽ നിന്നെല്ലാം കഴിഞ്ഞെന്ന് കരുതിയിട്ട് പോകല്ലേ, അവിടെ നിന്ന് സൂറത്തുൽ മുൽക്ക് ഓതണേ. ആ ഖബറിന്റെ ചോദ്യം ലഘൂകരിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദര, വെറുതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്ക് ആരംഭം കുറിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ഏഴംകുളത്തുകാര് 101 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്നല്ല പറയുന്നത്. 101 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ആ കാലം അത്രയും ഇബാദത്തെടുത്താൽ അത് പുണ്യം തന്നെയാണ്. അത്രയും തസ്ബീഹ് ചൊല്ലാമല്ലോ, അത്രയും തഹ്ലീൽ ചൊല്ലാമല്ലോ, അത്രയും തക്ബീർ ചൊല്ലാമല്ലോ. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സെക്കൻഡാണ് നമ്മൾ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് ജീവിച്ചിരുന്നത്. ആ മണിക്കൂർ ഒന്നിൽ ഇഖ്ലാസോടെ നല്ല അമലുകൾ ചെയ്താൽ അല്ലാഹ് പറയുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഖുർആൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ ഇറങ്ങണം. ആ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ ഊളിയിട്ട് ഇറങ്ങിയിട്ട് ഖുർആനിന്റെ അകക്കാമ്പ് ഉത്സാരം തൊട്ടറിയാൻ നമുക്ക് കഴിയണം സഹോദര. അല്ലാഹ് പറഞ്ഞത് എന്താണ്? പടച്ചവൻ അനുഗ്രഹീതനാണ്, അവനാണ് ആകാശഭൂമികളെ സംവിധാനിച്ചത്. അല്ലാഹുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, അവൻ ആരെന്നറിയോ? അല്ലദീ ഖലഖൽ മൗത, അവരാണ് മരണത്തെ സൃഷ്ടിച്ചത്, വൽ ഹയാത്ത, ജീവിതത്തെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചതെന്നറിയോ? എന്തിനാണ് ഏഴംകുളത്തെന്ന പത്തനംതിട്ടയുടെ ഏഴംകുളത്ത് നിങ്ങളെ അല്ലാഹു എന്തിനാ അയച്ചതെന്നറിയോ? നിസാര കാര്യം വരുമ്പോ ആത്മഹത്യ ചെയ്യാനല്ല മുസ്ലിം ചെറുപ്പക്കാരാ. ജീവിതത്തോട് മടുക്കുമ്പോൾ, ജീവിതം വളരെ പ്രയാസമാണെന്ന് തോന്നുമ്പോ, കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ, മാനസികമായ പിരിമുറുക്കം വരുമ്പോ, അല്ലെങ്കിൽ പ്രണയിച്ച ഒരു പെണ്ണിട്ടിട്ട് പോകുമ്പോ, അല്ലെങ്കിൽ പ്രണയിച്ച തന്റെ കാമുകൻ ഉപേക്ഷിച്ചു പോകുമ്പോ, എന്തിനാണ് ഒരു കഷ്ണം കയറെടുത്തിട്ട് നീ മരച്ചില്ലയിൽ തൂങ്ങിയാടുന്നത്? എന്തിനാണ് വിഷം കഴിച്ചിട്ട് നീ മരിക്കുന്നത്? എന്തിനാണ് പൊന്നുമോനെ കിണറിലേക്ക്
എടുത്തു ചാടിയിട്ട് നിന്റെ ജീവിതം ഓമിക്കുന്നത്? എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്? അന്തസ്സോടെ നട്ടെല്ല് നിവർത്തിയിട്ട് ചതിച്ചവന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കലാ വേണ്ടത്. മരണത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണ് ആത്മഹത്യ. അള്ളാഹു പറയുന്നു, എന്തിനാ മരണത്തെ നിങ്ങൾക്ക് തന്നത്? എന്തിനാ ജീവിതത്തെ നിങ്ങൾക്ക് അള്ളാഹു തന്നത്? ഒരു ചെറിയ ടെസ്റ്റ് ഡോസാ. അള്ള പറയുന്ന ഒരു പരീക്ഷണശാലയാ. ഈ ദുനിയാവെന്ന് പറയുന്ന ഒരു പരീക്ഷഹാളാ. അള്ളാഹു പറയുന്നു, ലിയബുലുവക്കും, ലിയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്ത് പരീക്ഷയാണ് അള്ളാഹു നടത്തുന്നത്? അള്ളാഹു തന്നെ പറയുന്നു, അയ്യുക്കും അഹ്സനു അമലാ, ആര് ഏറ്റവും നല്ലത് ചെയ്തെന്ന് നോക്കാനാ. ഖുർആൻ പഠിക്കുന്നവരെ ഞാൻ ശ്രദ്ധിക്കുകയാ. ഖുർആൻ പഠിക്കുന്നവരെ ആഴ്ചയിൽ ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ഇവിടെ ഖുർആന്റെ ക്ലാസ് പുരുഷന്മാർക്കുണ്ടല്ലോ. ശനിയും ഞായറും തിങ്കളും ചൊവ്വയും 4 വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ് അല്ലേ?